ഇന്ന് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫറാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കംപ്ലൈൻ്റ് ആയ സ്പീക്കറോ ബൂഫറോ സബ്വൂഫറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കറക്റ്റ് അളവിലുള്ള കോയിൽ ഞാനിവിടെ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു കോയിലിന് 30 രൂപയാണായത്. പിന്നെ 6 ഇഞ്ചിൻ്റെ സബ്വൂഫറിന് ഉപയോഗിക്കാൻ പറ്റിയ കോൺ പേപ്പറും പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇതിന് 70 രൂപയാണായത്. ഇതോടൊപ്പം ഞാൻ 6 ഇഞ്ചിൻ്റെ ബൂഫറിന് ഉപയോഗിക്കുന്ന ഒരു കോൺ പേപ്പർ കൂടി മേടിച്ചിരുന്നു. ഇതിന് 15 രൂപയാണായത്. പിന്നെ ഈ കാണുന്ന പോലെയുള്ള ഡസ്റ്റ് ക്യാപ്പ് ഇതിന് 5 രൂപയാണായത്. പിന്നെ സ്പൈഡറും പുതിയത് വാങ്ങിയിരുന്നു. ഇതിന് 15 രൂപയാണായത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ വാങ്ങിയത് തൊടുപുഴയുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഷോപ്പിൽ ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന മിക്ക ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിലുള്ള പഴയ പേപ്പറൊക്കെ ഒട്ടിച്ച് പശയെല്ലാം ക്ലീൻ ചെയ്ത് കളയണം. അങ്ങനെ ഇപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോയിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കോയിലിൻ്റെ ബൈൻഡിങ് കറക്റ്റ് സെൻട്രലായിട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ അടിയിലെ മുട്ടി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു കോയിലിൻ്റെ ബൈൻഡിങ് കറക്റ്റ് സെൻറ്ററിൽ നിൽക്കാനായിട്ട് ഈ ഒരു കോയിൽ ഇതുപോലെ പൊക്കി പിടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ചെറിയ പീസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോയിൽ ഒരിടത്തും ഒരയാതെ കറക്റ്റായിട്ട് നിന്നോളൂ. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫ്രെയിമിന് ചുറ്റിനും ഇതുപോലെ പച്ചയിടുക. ഞാനിവിടെ ഇതെല്ലാം ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫെബി ബോണ്ടാണ്. ഇതിന് ചെറിയ ട്യൂബിന് 15 രൂപയുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്പൈഡർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പൈഡറും ഈ ഒരു കോയിലും തമ്മിൽ ജോയിൻ്റ് ആയെന്ന ഇവിടെയും പശയിട്ട് കൊടുക്കണം ചുറ്റിനും. അതോടൊപ്പം തന്നെ ഈ ഫ്രെയിമിന് ചുറ്റിനും ഇതുപോലെ പശയിടണം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കോൺ പേപ്പറും കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി. അതുപോലെ ഇനി അടുത്തായിട്ട് ഈ ഒരു കോൺ പേപ്പറും ഈ ഒരു കോയിലും കൂടെ തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഇവിടെയും മുകളിൽ നിന്ന് പശയിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു കോയിലിൻ്റെ ഉള്ളിക്കടെല്ലാം ഇതുപോലെ ചെറിയ പീസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം എടുത്ത് കളയാം. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോൺ പേപ്പറിൽ ഇതുപോലെ 2 ഹോൾ ഇടണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോയിലിൻ്റെ 2 ലീഡും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോയിൽ ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്ന ഇതൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പശയിടണം. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഡസ്റ്റ് ക്യാപ്പും കൂടെ ഒട്ടിക്കാനേ ഉള്ളൂ. അപ്പോൾ ഫെബി ബോണ്ട് ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ ഇത് ഉണങ്ങി കിട്ടാനൊക്കെ നല്ല സമയമെടുക്കും. ഇതിനി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഈ സബ്വൂഫർ ഈ കാണുന്ന രീതി നമുക്കിവിടെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻ്റ് സ്പീക്കറോ ബൂഫറോ സബ്വൂഫറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട്. ഈ ചാനലുകളിൽ നോക്കിയാൽ മതി.